സുഹൃത്തേ, നമ്മളിന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വളരെ വേഗത്തിൽ നേടിയെടുക്കാൻ സഹായിക്കുന്ന വളരെ സിമ്പിളായ ഒരു ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ്. 11x11 മാനിഫെസ്റ്റേഷൻ മെത്തേഡ്. ഇതിനെ 111 മാനിഫെസ്റ്റേഷൻ മെത്തേഡ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. നമുക്കും നമ്മുടെ കുട്ടികൾക്കും ഒരുപോലെ പ്രാക്ടീസ് ചെയ്യാവുന്ന വളരെ സിമ്പിളായ ഒരു മെത്തേഡാണിത്. ഇത് പ്രാക്ടീസ് ചെയ്യാനായി എൻ്റെ ഈ പ്രിയ സുഹൃത്ത് ഫോളോ ചെയ്യേണ്ടത് വെറും ലളിതമായ 5 സ്റ്റെപ്പുകൾ മാത്രമാണ്. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, മനസ്സിലാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇനി നമുക്ക് 11x11 മാനിഫെസ്റ്റേഷൻ മെത്തേഡ് അഥവാ 111 മാനിഫെസ്റ്റേഷൻ മെത്തേഡ് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട വളരെ ലളിതമായ 5 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. സ്റ്റെപ്പ് നമ്പർ 1. നമുക്കറിയാം 111 അഥവാ 1111 എന്ന് പറയുന്നത് ഒരു ഡിവൈൻ നമ്പർ അഥവാ ഏഞ്ചൽ നമ്പറാണ്. ഓരോ ഡിവൈൻ നമ്പറും നമുക്ക് നൽകുന്നത് ഒരു യൂണിവേഴ്സൽ മെസ്സേജാണ്. വളരെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഈ നമ്പേഴ്സ് ഒക്കെ നമ്മൾ കാണുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു വാഹനത്തിൻ്റെ നമ്പറായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നോക്കുമ്പോഴുള്ള ഒരു സമയമായിരിക്കാം 11x11 ആയിട്ട് കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മെസ്സേജ് റിസീവ് ചെയ്ത സമയം. എപ്പോഴൊക്കെ ഈ നമ്പർ നമ്മൾ കാണുമ്പോഴും വളരെ അപ്രതീക്ഷിതമായിട്ടാണ് നമ്മൾ ഈ നമ്പർ കാണുന്നത്. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 111 അഥവാ 1111 എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച ഫലം, ആഗ്രഹിച്ച റിസൾട്ട് ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ ശരിയായ പാതയിൽ തന്നെയാണ് എന്നതാണ് 1111 അഥവാ 111 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. സ്റ്റെപ്പ് നമ്പർ 2. ഇനിയുള്ള ദിവസങ്ങൾ, അതായത് വരുന്ന 11 ദിവസത്തിനുള്ളിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ അതിയായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാത്രം തിരഞ്ഞെടുക്കുമ്പോൾ എൻ്റെ ഈ പ്രിയ സുഹൃത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആഗ്രഹിക്കുന്ന കാര്യം എന്തൊക്കെ സംഭവിച്ചാലും അത് നേടിയിരിക്കും, അല്ലെങ്കിൽ എനിക്കത് നേടാൻ കഴിയും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയായിരിക്കണം ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഈ മെത്തേഡ് 11x11 മെത്തേഡ് ആദ്യമായിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത് എങ്കിൽ തുടക്കത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങുക. ഇനിയുള്ള ദിവസങ്ങൾ എൻ്റെ ലക്ഷ്യം നേടിയെടുക്കാനുള്ള ദിവസങ്ങളാണ്. ഒരു ചെറിയ ഗോളെങ്കിലും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നേടിയിരിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ആയിരിക്കണം ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓർക്കുക, കൊച്ചു കൊച്ചു ലക്ഷ്യങ്ങൾ നേടിക്കൊണ്ട് പതിയെ നമ്മുടെ മാനിഫെസ്റ്റേഷൻ പവർ ഓരോ ദിവസവും നമുക്ക് വർദ്ധിപ്പിക്കാവുന്നതാണ്. ഉദാഹരണത്തിന്, ഒരു ചെറിയ എമൗണ്ട് ക്യാഷ് ആഗ്രഹിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പിണങ്ങിയിരിക്കുന്ന ഒരു പ്രിയ സുഹൃത്തിൻ്റെ ഒരു ഫോൺ കോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ മെസ്സേജ്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് ആ കമ്പനിയിൽ നിന്നുള്ള ഒരു ഇൻ്റർവ്യൂ കോൾ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടാനായി, ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കണം ഈ മെത്തേഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാവുന്നത്. ഇനി സ്റ്റെപ്പ് നമ്പർ 3, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണിത്. ഇത് എത്ര ദിവസമാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? മറ്റുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് പോലെ ഒരുപാട് ദിവസം നിങ്ങളിത് ഫോളോ ചെയ്യേണ്ടതില്ല. വെറും 11 ദിവസം മുടങ്ങാതെ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ചു സമയം മാത്രം എൻ്റെ ഈ പ്രിയ സുഹൃത്ത് സമയം ചെലവഴിച്ചാൽ മതി. ഈ മെത്തേഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് 2-3 ഡീപ്പ് ബ്രീത്ത് എടുത്ത ശേഷം റിലാക്സ് ആയിട്ടായിരിക്കണം ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഒരിക്കലും ദേഷ്യത്തോടെ ഇരിക്കുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിച്ച് വറീഡായിരിക്കുന്ന സമയത്ത് ഇതൊരിക്കലും പ്രാക്ടീസ് ചെയ്യരുത്. നമ്മുടെ മനസ്സ് പൂർണ്ണമായും ശാന്തമാക്കി മാറ്റിയ ശേഷമായിരിക്കണം നിങ്ങളിത് എപ്പോഴും പ്രാക്ടീസ് ചെയ്ത് തുടങ്ങേണ്ടത്. എന്നാൽ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം വളരെ വേഗത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
ഉറപ്പായിട്ടും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഈ മെത്തേഡിലൂടെ എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തിലായിരിക്കണം എൻ്റെ ഈ പ്രിയ സുഹൃത്ത് ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങേണ്ടത്. ഞാൻ വിശ്വസിക്കുന്ന സർവശക്തൻ, പ്രപഞ്ച സൃഷ്ടാവ്, യൂണിവേഴ്സൽ എനർജി, ഞാൻ അതിയായി ആഗ്രഹിക്കുന്ന കാര്യം സ്വന്തമാക്കുന്നതിന് വേണ്ടി എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന അടിയുറച്ച വിശ്വാസത്തിൽ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത്, നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, ഏത് കാര്യത്തിലാണോ കൂടുതൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ എൻ്റെ ഈ പ്രിയ സുഹൃത്ത് ആഗ്രഹിക്കുന്ന കാര്യം പല വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള മാനസികാവസ്ഥയിലായിരിക്കണം നമ്മൾ എപ്പോഴും ഉണ്ടാകേണ്ടത്. ഇനി സ്റ്റെപ്പ് നമ്പർ 4, ഇത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? നിങ്ങൾ ഒരു നോട്ട്ബുക്കോ അല്ലെങ്കിൽ ഒരു ഡയറിയോ എടുക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അത് അതിൽ എഴുതുക. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ സ്നേഹത്തോടെ, പുഞ്ചിരിയോടെ ആയിരിക്കണം ഇത് എഴുതേണ്ടത്. 11 തവണയാണ് ഓരോ ദിവസവും എഴുതേണ്ടത്. ഓരോ ദിവസവും എഴുതേണ്ടത് 11 തവണ. ഇത് 11 ദിവസവും നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ഇത് എങ്ങനെയാണ് എഴുതേണ്ടത്? എഴുതുന്ന കാര്യം വളരെ വ്യക്തമായിട്ട് എഴുതുക. വെട്ടോ തിരുത്തോ ഇല്ലാതെയാണ് എഴുതേണ്ടത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അത് നേടിയതായിട്ട് എഴുതുക. ഓരോ തവണ എഴുതുമ്പോഴും, അതായത് നമ്മൾ 11 തവണ എഴുതണം. ഓരോ തവണ എഴുതുമ്പോഴും നമ്മുടെ നെഞ്ചിൽ കൈവച്ച് 3 തവണ താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്ന് പറയുക. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, തുടക്കത്തിൽ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യുക. പിന്നീട് വലിയ വലിയ ലക്ഷ്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫോൺ കോള്, അല്ലെങ്കിൽ ഒരു പ്രിയ സുഹൃത്തിനൊരു മെസ്സേജ്, അല്ലെങ്കിൽ ഒരു മാരേജ് പ്രപ്പോസൽ, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കോള്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കമ്പനിയിൽ നിന്നുള്ള ഒരു ഓഫർ ലെറ്റർ, അല്ലെങ്കിൽ ഒരു സർപ്രൈസ് ഗിഫ്റ്റ്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങേണ്ടത്. ഇനി ഇത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നോക്കാം. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം കിട്ടി എന്നുള്ള രീതിയിലാണ് എഴുതേണ്ടത്. ഉദാഹരണത്തിന്, നിങ്ങളുടെ പ്രിയ സുഹൃത്തിൻ്റെ ഫോൺ കോൾ ലഭിച്ചതിന് നന്ദി, എന്നിട്ട് 3 തവണ താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്ന് നെഞ്ചിൽ കൈവച്ച് പറയുക. ഇത് 11 തവണയാണ് എഴുതേണ്ടത്. ഓരോ തവണ എഴുതുമ്പോഴും നമ്മൾ 3 തവണ താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്ന് പറയുക. ഇനിയിപ്പോൾ നിങ്ങളൊരു മാരേജ് പ്രപ്പോസലാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ, ഞാൻ ആഗ്രഹിച്ച ഒരു മാരേജ് പ്രപ്പോസൽ ലഭിച്ചതിന് നന്ദി, താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്ന് 3 തവണ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയുക. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തിനെ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തിൻ്റെ ഒരു ഫോൺ കോൾ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സുഹൃത്തിൻ്റെ ഫോൺ കോൾ ലഭിച്ചതിന് നന്ദി, 3 തവണ നെഞ്ചിൽ കൈവച്ച് താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്ന് പറയുക. നിങ്ങളിപ്പോൾ ഒരു ചെറിയൊരു എമൗണ്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, തുടക്കത്തിൽ ഞാൻ ആഗ്രഹിച്ച ആ ഒരു എമൗണ്ട് എഴുതുക. ആ എമൗണ്ട് ലഭിച്ചതിന് നന്ദി, വീണ്ടും നെഞ്ചിൽ കൈവച്ച് 3 തവണ താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്ന് പറയുക. ഇങ്ങനെ 11 തവണയാണ് ഒരു ദിവസം എഴുതേണ്ടത്. അങ്ങനെ വരുന്ന 11 ദിവസങ്ങളിലും തുടർച്ചയായിട്ട് എൻ്റെ ഈ പ്രിയ സുഹൃത്ത് ഇത് എഴുതിയിരിക്കണം. സ്റ്റെപ്പ് നമ്പർ 5, ഇത് എപ്പോഴാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? ഈ ഒരു മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എപ്പോൾ വേണമെങ്കിലും എൻ്റെ ഈ പ്രിയ സുഹൃത്തിന് ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മുടങ്ങാതെ 11 ദിവസവും നിർബന്ധമായിട്ടും ഇത് പ്രാക്ടീസ് ചെയ്യണം. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുത്തത് അതിരാവിലെ എഴുന്നേറ്റ് ഉടനെ പ്രാക്ടീസ് ചെയ്യുകയോ, അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നെയോ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വളരെ വേഗത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ ഇന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഒരു ദിവസം 10 മണിക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു, വരുന്ന 11 ദിവസവും 10 മണിക്ക് തന്നെ പ്രാക്ടീസ് ചെയ്യണമെന്നും യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സമയം, മറ്റുള്ളവരുടെ ശല്യമൊന്നും ഇല്ലാത്ത ഒരു സമയം നിങ്ങൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് അത് വരുന്ന 11 ദിവസവും നിർബന്ധമായിട്ടും നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക.
ഈ 11 ദിവസം കഴിഞ്ഞ ശേഷം നിങ്ങൾ എഴുതിയ ആ ഒരു പേപ്പർ ഒന്നുകിൽ കീറിക്കളയുകയോ അല്ലെങ്കിൽ കത്തിച്ച് കളയുകയോ ചെയ്യുക. ഈ വരുന്ന 11 ദിവസവും എൻ്റെ ഈ പ്രിയ സുഹൃത്ത് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് പല വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സന്ദർഭങ്ങളിലൂടെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള മാനസികാവസ്ഥയിലായിരിക്കണം എപ്പോഴും ഉണ്ടാകേണ്ടത്. ഇന്ന് തന്നെ എൻ്റെ ഈ പ്രിയ സുഹൃത്ത് ഈ ഒരു മെത്തേഡ് പ്രാക്ടീസ് ചെയ്തു തുടങ്ങുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു ദിവസം സമ്മാനിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് ആഷിഖ് തിരൂർ.